ഈ കാണുന്ന ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്കാണ്. അപ്പോൾ ഈ രണ്ട് ബാറ്ററി പാക്കും കംപ്ലൈൻ്റ് ആയതാണ്. ഇത് രണ്ടിനും കൂടി 150 രൂപയാണത്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയ ബാറ്ററി പാക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഇങ്ങനെയുള്ള ബാറ്ററി പാക്കുകളിൽ ഇതുള്ള ലിഥിയം ബാറ്ററി സെല്ലുകളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒന്നും ഡാമേജ് ആവില്ല. ചില ബാറ്ററി പാക്കിൽ BMS ആയിരിക്കും കംപ്ലൈൻറ്റ്, ബാറ്ററി എല്ലാം നല്ലതായിരിക്കും. അങ്ങനെ എനിക്ക് ഇവിടെ ഈ രണ്ട് ബാറ്ററി പാക്കിൽ നിന്നും 12 സെല്ലുകളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നിന്നും നമുക്ക് നല്ല സെല്ലുകൾ നോക്കിയെടുത്ത് നമുക്ക് വീണ്ടും ബാറ്ററി പാക്ക് ഉണ്ടാക്കാനും അതുപോലെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ ഒരു സെല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. DC ലൈറ്റ്, ഫാൻ എല്ലാം വർക്ക് ചെയ്യാനും അതുപോലെ വൈഫൈ മോഡം, വൈഫൈ റൗട്ടർ അതിനൊക്കെയുള്ള ബാക്കപ്പിനായിട്ടുള്ള ബാറ്ററി പാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും BMS ബോർഡ് ഉപയോഗിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കാനുള്ള പുതിയ ബാറ്ററിയാണ് മേടിക്കുന്നതെങ്കിൽ ഒരു ബാറ്ററിക്ക് ഏകദേശം 150 രൂപയ്ക്കാണ് നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക്. അപ്പോൾ പുതിയ ബാറ്ററി ആണെങ്കിൽ ബാറ്ററിക്ക് തന്നെ നല്ലൊരു പൈസ ചിലവാകും. അപ്പോൾ ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ഇങ്ങനെയുള്ള പഴയ കംപ്ലൈൻ്റ് ആയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പാക്ക് കിട്ടും. ഞാനിവിടെ തൊടുപുഴയിലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബാറ്ററി പാക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ ചെറിയൊരു ബോക്സിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ചാനൽ നോക്കിയാൽ മതി.